ഹായ് ഓൾ. അപ്പോൾ എല്ലാവർക്കും ട്യൂട്ടേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നത് ക്ലാസ് +1 കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ എന്ന ചാപ്റ്ററിലെ ഒരു കുഞ്ഞു ടോപ്പിക്. പക്ഷേ കുഞ്ഞു ടോപ്പിക്കാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ളൊരു ടോപ്പിക്കാണ്. ഏതാ? ഹൈഡ്രജൻ ബോണ്ടിങ്. പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ അകത്തുനിന്ന് ചോദിക്കാറുണ്ട്. അതായത് ഹൈഡ്രജൻ ബോണ്ടിങ്ങിൻ്റെ ഡെഫിനേഷൻസ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ്, അത് എക്സാമ്പിൾസ് വന്നിട്ടായിരിക്കും നമുക്ക് ആപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അതുപോലെ ഹൈഡ്രജൻ ബോണ്ടിങ്ങിൻ്റെ ടൈപ്സ്, ഇങ്ങനെയുള്ള കുറേ കുഞ്ഞു കുഞ്ഞു ടോപ്പിക്സ് ഈ ഒരു ഹൈഡ്രജൻ ബോണ്ടിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതപ്പം പരീക്ഷയ്ക്ക് എന്ത് ചെയ്യുക, നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കണം. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിനെ കുറിച്ചാണ്. അപ്പം നമ്മൾ നമ്മുടെ ക്ലാസ്സിലേക്ക് എന്ത് ചെയ്യാൻ പോവാം, കടക്കാൻ പോവാം. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സുകളിലേക്കും എഞ്ചിനീയറിംഗ് എൻട്രൻസ് ബാച്ചുകളിലേക്കുള്ള ക്രാഷ് കോഴ്സിൻ്റെ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ താല്പര്യമുള്ള കുട്ടികൾ എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്മിഷൻസൊക്കെ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തുക. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടന്നാലോ? ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഹൈഡ്രജൻ ബോണ്ടിങ്ങിനെ കുറിച്ചാണ്. അതായത് +1 +2 ക്ലാസ്സുകളിലൊക്കെ അല്ലെങ്കിൽ ഹയർ ക്ലാസ്സുകളിലൊക്കെ കെമിസ്ട്രിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായത് ഹൈഡ്രജൻ ബോണ്ടിങ്. സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഹൈഡ്രജൻ ബോണ്ടിങ്ങിൻ്റെ ടൈപ്സ് ഏതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് പരീക്ഷകളിൽ കൂടുതലായിട്ട് ചോദിക്കുക. ഓക്കെ, അപ്പം എന്താ ഈ ഹൈഡ്രജൻ ബോണ്ടിങ്, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം 1920 ലാറ്റിമർ ആൻഡ് റോഡ്ബഷ് എന്ന് പറയുന്ന രണ്ട് സയൻറ്റിസ്റ്റുമാരാണ് എന്ത് ചെയ്തത്, ഈ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇവരെന്തിനാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് നോക്കിയാലോ? എന്തിനു വേണ്ടിയാ? ടു എക്സ്പ്ലെയിൻ ദി നേച്ചർ ഓഫ് അസോസിയേഷൻ ഇൻ വാട്ടർ, അമോണിയ, ഹൈഡ്രജൻ ഫ്ലൂറൈഡ് എക്സെട്ര. അതായത് ചില മോളിക്യൂൾസിൽ, ആരൊക്കെ? വാട്ടർ, അമോണിയ, ഹൈഡ്രജൻ ഫ്ലൂറൈഡ്, ഇതുപോലുള്ള ചില കോമ്പൗണ്ടുകളിലെ അസോസിയേഷൻ അല്ലെങ്കിൽ ഒരു ബോണ്ടിങ്, അല്ലെങ്കിൽ ഈ പറയുന്നവരിലൊക്കെ മോളിക്യൂൾസ് തമ്മിലൊരു അസോസിയേഷൻ ഉണ്ട്. ഈ ഒരു അസോസിയേഷനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഈ രണ്ട് സയൻറ്റിസ്റ്റുമാർ കൊടുത്തത്. ഓക്കെ, പക്ഷേ ഈ ഹൈഡ്രജൻ ബോണ്ടിങ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് പഠിക്കേണ്ടതാണ്. ഇനി കുട്ടികളുടെ ഇടയിൽ ഈ ഹൈഡ്രജൻ ബോണ്ടിങ്ങിൻ്റെ ഡെഫിനേഷനെ കുറിച്ചും അതിൻ്റെ ആ ഒരു കൺസെപ്റ്റിനെ കുറിച്ചും ഒരുപാട് മിസ്കൺസെപ്ഷൻസ് നിലവിലുണ്ട്. ഇനി ആ മിസ്കൺസെപ്ഷൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഒറിജിനൽ ഡെഫിനേഷൻ എന്താണെന്ന് പറയാം. ചിലർ പറയാറുണ്ട് ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ തമ്മിലുള്ള ഒരു ഇൻ്ററാക്ഷനാണ് എന്നാണ് ചിലർ പറയുന്ന ഡെഫിനേഷൻ. അത് അറിയാവേത്ത കുട്ടികളാണ്. ഇനി ചിലർ പറയുന്നത് ഹൈഡ്രജൻ ആറ്റവും ഒരു ഇലക്ട്രോൺ നെഗറ്റീവ് ആറ്റവും തമ്മിലുള്ള ഒരു ഇൻ്ററാക്ഷനാണ് ഹൈഡ്രജൻ ബോണ്ടിങ് എന്നും പറയാറുണ്ട്. പക്ഷേ ഇത് രണ്ടുമല്ല ഇതിൻ്റെ ആക്ച്വൽ ഡെഫിനേഷൻ. ഓക്കെ, ഇതിൻ്റെ ആക്ച്വൽ ഡെഫിനേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി നമ്മുടെ ഹൈഡ്രജൻ ആറ്റം ഒരു ഇലക്ട്രോൺ നെഗറ്റീവ് ആറ്റവുമായിട്ട് ബോണ്ടഡ് ആയിരിക്കണം. അങ്ങനെ ഒരു ഇലക്ട്രോൺ നെഗറ്റീവ് ആറ്റവുമായിട്ട് ബോണ്ടഡ് ആയിട്ടുള്ള ഹൈഡ്രജൻ ആറ്റവും വേറൊരു ഇലക്ട്രോൺ നെഗറ്റീവ് ആറ്റം, വേറൊരു ഇലക്ട്രോൺ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എല്ലാ ഇലക്ട്രോൺ നെഗറ്റീവ് ആറ്റവും അല്ല, അതിന് ലിമിറ്റേഷൻ ഉണ്ട്. ഫ്ലൂറിൻ, ഓക്സിജൻ, നൈട്രജൻ, ഈ 3 ഇലക്ട്രോൺ നെഗറ്റീവ് ആറ്റത്തിൽ ആരെങ്കിലും ഒരാൾ, ഇവരുമായിട്ടുള്ള ആ ഒരു ഇൻട്രാക്ഷനാണ് എന്ത്, ഹൈഡ്രജൻ ബോണ്ടിങ്. ഓക്കെ, അപ്പം നമുക്ക് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, നമ്മുടെ ഹൈഡ്രജൻ ആറ്റം, ഈ ഹൈഡ്രജൻ ആറ്റം ഓൾറെഡി ഒരു ഇലക്ട്രോൺ നെഗറ്റീവ് ആറ്റവുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കണം. ആ ഇലക്ട്രോൺ നെഗറ്റീവ് ആറ്റത്തിനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഞാനിപ്പം എ എന്നും പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഒരു ഇലക്ട്രോൺ നെഗറ്റീവ് ആറ്റവുമായിട്ട് അറ്റാച്ച് ചെയ്ത ഹൈഡ്രജൻ ആറ്റവും വേറൊരു ഇലക്ട്രോൺ നെഗറ്റീവ്, ആരൊക്കെയാണ്? ഫോണെന്ന് നമ്മൾ ഷോർട്ട് ഫോമിൽ പറയും. അതായത് ഫ്ലൂറിൻ, ഓക്സിജൻ, നൈട്രജൻ, ഇവരിൽ ആരേലുമായിട്ട് ഈ ഹൈഡ്രജൻ ഉണ്ടാക്കുന്ന ബോണ്ടാണ് എന്ത്, ഹൈഡ്രജൻ ബോണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഹൈഡ്രജൻ ബോണ്ട് ശരിക്കും നമ്മൾ പലതരത്തിലുള്ള ബോണ്ടുകൾ പഠിക്കാറുണ്ട്. അയോണിക് ബോണ്ട്, കോവാലൻ്റ് ബോണ്ട് എക്സെട്ര. പക്ഷേ ഇവിടെയൊക്കെ എന്താ, ഇലക്ട്രോണിൻ്റെ ഒന്നെങ്കിൽ കംപ്ലീറ്റ് ട്രാൻസ്ഫറോ അല്ലെങ്കിൽ ഇലക്ട്രോണിൻ്റെ ഷെയറിങ് വഴിയോ ആണ് ആ ബോണ്ട് ഉണ്ടാവുന്നത്. പക്ഷേ ഇവിടെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ഇലക്ട്രോണിൻ്റെ ട്രാൻസ്ഫർ നടക്കുന്നുണ്ടോ? ഇല്ലല്ലോ.
ഇവിടെ ഹൈഡ്രജൻ ആറ്റവും ഈ ഇലക്ട്രോ നെഗറ്റീവ് ആറ്റവും തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ്. നമുക്കറിയാം ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഒരു ഇലക്ട്രോ പോസിറ്റിവിറ്റിയാണ്, അതൊരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഈ പറയുന്ന ഗ്രൂപ്പുകൾക്ക് ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ട്, ഇവർ തമ്മിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്, പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഹൈഡ്രജൻ ബോണ്ട് ഒരു എക്സാക്റ്റ് കെമിക്കൽ ബോണ്ട് അല്ല, പകരം ഇത് ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ്. ആരൊക്കെ തമ്മിൽ? ഹൈഡ്രജൻ ആറ്റവും ആ ഒരു ഇലക്ട്രോ നെഗറ്റീവ് ആറ്റവും. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ ഡെഫിനേഷൻ ക്ലിയർ ആണോ എല്ലാവർക്കും? ഹൈഡ്രജൻ ബോണ്ടിങ് ഒരു എക്സാക്റ്റ് കെമിക്കൽ ബോണ്ട് അല്ല, അത് ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ്. ആരൊക്കെ തമ്മിൽ? ഹൈഡ്രജൻ ആറ്റവും ഇലക്ട്രോ നെഗറ്റീവായിട്ടുള്ള ഫ്ലൂറിന്, ഓക്സിജന് അല്ലെങ്കിൽ നൈട്രജൻ, ഇവരുമായിട്ടുള്ള ആ ഒരു ബോണ്ടിങ് ആണ് എന്ത്? ഹൈഡ്രജൻ ബോണ്ടിങ്. ഇനി നമുക്ക് ഇതിൻ്റെ ഡെഫിനേഷൻ നോക്കിയാലോ. ഓക്കെ, ഹൈഡ്രജൻ ബോണ്ട്സ് ആർ നോട്ട് ആക്ച്വൽ കെമിക്കൽ ബോണ്ട്സ് but rather a strong type of electrostatic attraction between hydrogen atom and a highly electronegative atom like fluorine, oxygen and nitrogen. നമ്മളിപ്പം പറഞ്ഞ കാര്യമാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയോ ഹൈഡ്രജൻ ബോണ്ടിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന്? ഇനി പിന്നെ ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുക എന്താ ഹൈഡ്രജൻ ബോണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും തെറ്റായിട്ടുള്ള ഒരു കൺസെപ്റ്റ് പറഞ്ഞു കൊടുക്കരുത്. ഓക്കെ, അപ്പം ഹൈഡ്രജൻ ആറ്റവും ഇലക്ട്രോ നെഗറ്റീവായിട്ടുള്ള ഫ്ലൂറിൻ, ഓക്സിജൻ അല്ലെങ്കിൽ നൈട്രജനും തമ്മിലുള്ള ആ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ് എന്ത്? ഹൈഡ്രജൻ ബോണ്ടിങ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഹൈഡ്രജൻ ബോണ്ടും നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒന്നാണ് കോവാലൻറ്റ് ബോണ്ട്. ഈ കോവാലൻറ്റ് ബോണ്ട് തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് എന്നൊന്ന് ഡിസ്കസ് ചെയ്താലോ. ഓക്കെ, നമ്മൾ 2 കോളം എഴുതി. അതിൽ ഫസ്റ്റ് കോളത്തിൽ നമ്മൾ എന്തെഴുതുന്നു? ഹൈഡ്രജൻ ബോണ്ട്. സെക്കൻഡിൽ കോവാലൻറ്റ് ബോണ്ട്. ഇവർ തമ്മിലുള്ള ഫസ്റ്റ് ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കോവാലൻറ്റ് ബോണ്ടിനെ സാധാരണ സോളിഡ് ലൈൻ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ലൈക്ക് ദിസ്. ഓക്കെ, പക്ഷേ ഹൈഡ്രജൻ ബോണ്ടിനെയോ നമ്മൾ ഡോട്ടഡ് ലൈൻ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക, ലൈക്ക്. അപ്പോൾ ഇതാണ് ഇവർ തമ്മിലുള്ള ഫസ്റ്റ് ഡിഫറൻസ്. ഹൈഡ്രജൻ ബോണ്ട് സോളിഡ് ലൈൻ വെച്ചും നമ്മുടെ ഹൈഡ്രജൻ ബോണ്ട് ഡോട്ടഡ് ലൈൻ വെച്ചിട്ടും കോവാലൻറ്റ് ബോണ്ട് സോളിഡ് ലൈൻ വെച്ചിട്ടും. രണ്ടാമത്തെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഹൈഡ്രജൻ ബോണ്ട് എന്താണ്? ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. പക്ഷേ കോവാലൻറ്റ് ബോണ്ടോ ഷെയറിങ് ഓഫ് ഇലക്ട്രോൺസ് വഴി ഡെവലപ്പ് ചെയ്ത് വന്ന ബോണ്ടാണ്. ഓക്കെ, അപ്പം കോവാലൻറ്റ് ബോണ്ട് എങ്ങനെയാണ് ഡിറൈവ് ചെയ്തത്? ഷെയറിങ് ഓഫ് ഇലക്ട്രോൺസ്. പക്ഷേ ഹൈഡ്രജൻ ബോണ്ടോ അതൊരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. ഓക്കെ, ഇനി ഇവർ തമ്മിലുള്ള മൂന്നാമത്തെ ഡിഫറൻസ് എന്താ വെച്ചാൽ, ഹൈഡ്രജൻ ബോണ്ടാണോ സ്ട്രോങ്ങർ അതോ കോവാലൻറ്റ് ബോണ്ടാണോ? നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നൊരു കാര്യം ഹൈഡ്രജൻ ബോണ്ടാണ് സ്ട്രോങ്ങർ എന്നാണ്. എന്നാലല്ല, കോവാലൻറ്റ് ബോണ്ടാണ് കുറച്ചുകൂടെ സ്ട്രോങ്ങർ. ഹൈഡ്രജൻ ബോണ്ട് കുറച്ചുകൂടെ കോവാലൻറ്റ് ബോണ്ടിനെ അപേക്ഷിച്ച് കമ്പാരിറ്റീവ്ലി വീക്കാണ്. ഈ ഹൈഡ്രജൻ ബോണ്ടിൻ്റെ ബോണ്ട് എനർജി എന്ന് പറഞ്ഞാൽ ഏകദേശം 5 to 50 കിലോ ജൂൾ പെർ മോളാണ്. അതേ സമയത്ത് കോവാലൻറ്റ് ബോണ്ടിനാണെങ്കിൽ 100 to 200 കിലോ ജൂൾ പെർ മോളാണ്. അപ്പോൾ സ്ട്രെങ്ത് ആർക്കാണ് കൂടുതൽ? നമ്മുടെ കോവാലൻറ്റ് ബോണ്ടിനല്ലേ. ഓക്കെ, അപ്പം ഹൈഡ്രജൻ ബോണ്ടിൻ്റെ ബോണ്ട് എനർജിയുടെ വാല്യൂ ഏകദേശം 5 to 50 കിലോ ജൂൾ പെർ മോളാണ്. അതേ സമയത്ത് കോവാലൻറ്റ് ബോണ്ടിൻ്റെ എത്രയാണ്? ബോണ്ട് എനർജി എത്ര വരും? 100 to 200 കിലോ ജൂൾ പെർ മോൾ. അപ്പം ഈ ഒരു ഡിഫറൻസ് എല്ലാവർക്കും മനസ്സിലായോ? 3 ഡിഫറൻസ് നമ്മൾ പറഞ്ഞത്, ഹൈഡ്രജൻ ബോണ്ട് ഡോട്ടഡ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നു, കോവാലൻറ്റ് ബോണ്ട് സോളിഡ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ്. പക്ഷേ കോവാലൻറ്റ് ബോണ്ട് എങ്ങനെയാണ്? ഷെയറിങ് ഓഫ് ഇലക്ട്രോൺ വഴി ഡെവലപ്പ് ചെയ്യുന്ന ഒന്നാണ്. 3, ഹൈഡ്രജൻ ബോണ്ടിൻ്റെ ബോണ്ട് എനർജി 5 to 50 ആണ്. കോവാലൻറ്റ് ബോണ്ടിൻ്റെ 100 to 200 ആണ്. അതായത് കോവാലൻറ്റ് ബോണ്ടാണ് മച്ച് മോർ സ്ട്രോങ്. ഓക്കെ, നോക്കിയേ, ജസ്റ്റ് നമുക്ക് ഈ ഒരു ഫിഗർ വെച്ചിട്ട് ഇവരെങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന നോക്കാം. ഈ ഒരു ഫിഗർ വാട്ടർ മോളിക്യൂളിൻ്റെയാണ്.
ഇവിടെ നോക്കിക്കേ, രണ്ട് വാട്ടർ മോളിക്യൂളുകൾ തമ്മിലാണ് എന്ത് വന്നിരിക്കുന്നത്, ഹൈഡ്രജൻ ബോണ്ട് വന്നിരിക്കുന്നത്. എന്നാൽ വാട്ടർ മോളിക്യൂളിലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള ബോണ്ട് എന്താണ്, കോവാലന്റ് ബോണ്ടാണ്. ഓക്കെ, അപ്പം ഇത് ക്ലിയർ ആയോ എല്ലാവർക്കും? ഇനി എല്ലാ മോളിക്യൂൾസിനും ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താലേ പറ്റുള്ളൂ. ആ രണ്ട് കണ്ടീഷൻ ഏതൊക്കെയാണെന്നറിയാവോ? ഓക്കെ, അതിൽ ഫസ്റ്റ് കണ്ടീഷൻ ഇതാണ്, ഹൈഡ്രജൻ ആറ്റം നമ്മുടെ FON, അതായത് ഫ്ലൂറിൻ ഓക്സിജൻ നൈട്രജൻ, ഇവരിൽ ആരെയിലുമായിട്ട് ബോണ്ട് ഉണ്ടാക്കിയിരിക്കണം. അത് ഫസ്റ്റ് കമ്പൽസറി കണ്ടീഷനാണ്. രണ്ട്, ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്യുന്ന ആ ഇലക്ട്രോ നെഗറ്റീവ് ആറ്റത്തിൻ്റെ സൈസ് എങ്ങനെ ആയിരിക്കണം, കമ്പാരിറ്റീവ്ലി ചെറുതായിരിക്കണം. അപ്പം നമ്മൾ രണ്ട് കണ്ടീഷൻസാണ് പറഞ്ഞത്. ഏതൊക്കെയാ? ഫസ്റ്റ് കണ്ടീഷൻ എന്താ, നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ എന്താ, ഹൈഡ്രജന് ആരുമായിട്ട് ബോണ്ട് ഉണ്ടാക്കിയിരിക്കണം, ഓക്സിജൻ, ഫ്ലൂറിൻ അല്ലെങ്കിൽ നൈട്രജൻ പോലുള്ള ഇലക്ട്രോ നെഗറ്റീവ് ആറ്റമായിട്ട് ബോണ്ട് ഉണ്ടാക്കണം. രണ്ട്, സൈസ് ഓഫ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് should be small. ഓക്കെ, ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താലേ സാധാരണഗതിയിൽ എന്ത് ചെയ്യുള്ളൂ, ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുള്ളൂ. ക്ലിയർ ആണോ എല്ലാവർക്കും? നമുക്ക് അടുത്ത് നോക്കാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഹൈഡ്രജൻ ബോണ്ടിൻ്റെ പ്രധാനപ്പെട്ട ടൈപ്സ് എന്തൊക്കെയാണ്. ഹൈഡ്രജൻ ബോണ്ട് മെയിൻലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആ രണ്ടെണ്ണം ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ഹൈഡ്രജൻ ബോണ്ടിനെ രണ്ടായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് എന്നും ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്. ഓക്കെ, ഇവർ നമ്മൾ തിരിഞ്ഞു പോയതാർക്കും ഹൈഡ്രജൻ ബോണ്ടിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടും ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടും. ആ പേര് കേൾക്കുമ്പോൾ എന്താ നമുക്കറിയാം. ഓക്കെ, ഇന്റർ, ഇതെന്താ, ഇൻട്രാ, അതായത് മോളിക്യൂളുകൾ തമ്മിൽ, അതായത് രണ്ട് ഡിഫറെൻറ്റ് മോളിക്യൂൾ തമ്മിലാണ് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നതെങ്കിൽ അതാണ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. അതേ സമയത്ത് ഒരു മോളിക്യൂളിൽ തന്നെയുള്ള രണ്ട് ആറ്റങ്ങൾ തമ്മിൽ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുകയാണെങ്കിൽ അതാണ് എന്ത്, ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഓക്കെ, നമുക്കിത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഈ ഒരു ഫിഗർ നോക്കി, ഇത് നമ്മുടെ വാട്ടർ മോളിക്യൂളിൻ്റെ ഫിഗറാണ്. ഈ ഫിഗറിൽ തന്നെ ഏകദേശം 5 വാട്ടർ മോളിക്യൂൾസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിക്കേ, ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന ഓക്സിജൻ ആണ്, വൈറ്റ് കളർ കാണിച്ചിരിക്കുന്ന ഹൈഡ്രജൻ ആണ്. അപ്പോൾ ഈ ഒരു വാട്ടർ മോളിക്യൂളിലെ നോക്കാം, ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാവരും ഒന്ന് നോക്കി. ഈ ഒരു വാട്ടർ മോളിക്യൂളിലെ ഹൈഡ്രജനും ഈ ഒരു വാട്ടർ മോളിക്യൂളിലെ ആരും തമ്മിൽ, ഓക്സിജനും തമ്മിൽ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ പറയുന്ന ബോണ്ട്, ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പം നോക്കി, ഇവർ രണ്ടുപേരും രണ്ട് മോളിക്യൂൾസ് അല്ലേ. അപ്പം രണ്ട് മോളിക്യൂളുകൾക്കിടയിൽ പരസ്പരം ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവുകയാണെങ്കിൽ അതാണ് ഏത്, ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? ഇനി നമുക്ക് ഈ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് കാണിക്കുന്ന കുറച്ച് എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് എഴുതാം. നമുക്ക് വാട്ടറിനെ ഇങ്ങനെ ഈ ബബിൾസ് വെച്ച് കാണിക്കാതെ നമുക്ക് ഫോർമുല വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. HOH HOH, കണ്ടോ, രണ്ട് വാട്ടർ മോളിക്യൂൾസാണ്. അപ്പോൾ ഇവർ തമ്മിൽ എങ്ങനെയാ, ഓക്സിജനും ഹൈഡ്രജനും തമ്മിലാണ് എന്ത് ചെയ്യുന്നത്, ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാകുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ എഴുതിയാലോ. ഹൈഡ്രജൻ ഫ്ലൂറൈഡ് HF, ഇവിടെ നോക്കിക്കേ, ഫ്ലൂറിനും ആരും തമ്മിലാ, ഹൈഡ്രജനും തമ്മിലാ. കണ്ടോ, ഇതാണ്. ഓക്കെ, ഇതൊരു മോളിക്യൂളാണ്, ഇത് വേറൊരു മോളിക്യൂളാണ്. രണ്ട് മോളിക്യൂളുകൾക്കിടയിലാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്. ഓക്കെ,
നമുക്ക് വേറൊരു എക്സാമ്പിൾ ചെയ്താലോ? ആസിഡ്സിൽ സാധാരണഗതിയിൽ ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് കാണുന്നത്. എങ്ങനെയാണെന്ന് എഴുതാം? ആർ സി ഡബിൾ ബോണ്ട് ഒ ഒ എച്ച്. ഇതാണല്ലോ നമ്മുടെ ആസിഡിൻ്റെ ഫോർമുല. ഓക്കെ, രണ്ട് ആസിഡ് മോളിക്കൂളാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പം ഒരു ആസിഡിലെ ഒ എച്ചിലെ എച്ചും മറ്റേ ആസിഡിലെ ഒയും തമ്മിൽ എന്തുണ്ടാക്കുന്നത്? ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യും. കണ്ടോ? ഇതെന്തിന് എക്സാമ്പിളാണ്? നമ്മുടെ ഹൈഡ്രജൻ ബോണ്ടിങ്ങിന് എക്സാമ്പിൾ. ഓക്കെ, ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ ഉണ്ട്. വേറെ ആരുമല്ല, പാരാനൈട്രോഫീനോൾ. നിങ്ങളിത് കേട്ടിട്ടുണ്ടോ? പാരാനൈട്രോഫീനോൾ കുറച്ച് വലിയ സ്ട്രക്ചറുള്ളൊരു മോളിക്കൂളാണ്. ഇതാണ് പാരാനൈട്രോഫീനോൾ. അപ്പോൾ പാരാനൈട്രോഫീനോൾ എടുത്തു കഴിഞ്ഞാൽ ഇവർ ഇന്റർ മോളിക്കുലർ അസോസിയേഷനിൽ പങ്കെടുക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഓക്കെ, രണ്ട് പാരാനൈട്രോഫീനോൾ മോളിക്യൂൾസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇവിടുത്തെ നൈട്രോ ഗ്രൂപ്പിലെ ഓയും ഒ എച്ചിലെ എച്ചും തമ്മിൽ എന്ത് ചെയ്യുന്നത്? ബോണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ രണ്ട് മോളിക്യൂള് അവർ തമ്മിൽ പരസ്പരം എന്ത് ചെയ്യുക? ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നു. ഇതാണ് ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്. ക്ലിയർ ആണ് എല്ലാവർക്കും? ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രാ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഇത് കണ്ടോ? ഇതൊരു സിംഗിൾ മോളിക്യൂളാണ്. ആ സിംഗിൾ മോളിക്യൂളിലെ ആരൊക്കെ തമ്മിൽ? രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ. നോക്കി, ഇവിടെ ഈ മോളിക്യൂളിൽ തന്നെ ഹൈഡ്രജനും ഉണ്ട് ഓക്സിജനും ഉണ്ട്. സെയിം മോളിക്യൂളിൽ തന്നെയാണ്. അപ്പോൾ ഇവർ തമ്മിൽ എന്ത് ചെയ്യും? ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കും. അപ്പോൾ ഒരു മോളിക്യൂളിൽ അകത്ത് തന്നെയുള്ള രണ്ട് ആറ്റങ്ങൾ തമ്മിൽ ബോണ്ട് ഉണ്ടാക്കുക. അതാണ് ഏത്? ഇൻട്രാ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്. ഓക്കെ, ഈ ഇൻട്രാ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടുള്ള വേറൊരു മോളിക്യൂളിൽ നമുക്കൊരു എക്സാമ്പിൾ ചെയ്താം. ഇത് ഇതാ ഈ കോമ്പൗണ്ട് നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയ ഒരു മോളിക്യൂളിൻ്റെ വേറെ ഫോമാണ് ഇത്. നമ്മൾ പാരാനൈട്രോഫീനോൾ എഴുതിയില്ലേ? അതേപോലെ ഇതാണ് ഏത്? ഓർത്തോനൈട്രോഫീനോൾ. ഈ മോളിക്യൂളിൽ തന്നെ OH ഗ്രൂപ്പും ഉണ്ട് NO2 ഗ്രൂപ്പും ഉണ്ട്. ഇവർ അടുത്തടുത്ത് കിടക്കുന്നതുകൊണ്ട് എന്ത് പറ്റും? ഓക്കെ, ഈ OHും ഈ ഹൈഡ്രജനും തമ്മിൽ എന്ത് വരും? ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് വരും. ക്ലിയർ ആണോ? അപ്പോൾ ഒരു മോളിക്യൂളിൽ തന്നെയുള്ള രണ്ട് ഗ്രൂപ്പുകൾക്കിടയിൽ എന്ത് ചെയ്യുക? ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുക. ഇനി നമുക്ക് ഹൈഡ്രജൻ ബോണ്ടിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് കണ്ടാലോ? ഫസ്റ്റ് ആപ്ലിക്കേഷൻ, യൂണീക്ക് പ്രോപ്പർട്ടി ഓഫ് വാട്ടർ ലൈക്ക് സർഫസ് ടെൻഷൻ, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, ഹൈ ബോയിലിംഗ് പോയിന്റ് എക്സെട്ര. നമുക്കറിയാമല്ലോ വാട്ടർ മോളിക്യൂളിൽ എന്ത് ബോണ്ടുണ്ട്? ഹൈഡ്രജൻ ബോണ്ടുണ്ട്. ഏത് ടൈപ്പ്? ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഈ ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് കാരണം വാട്ടർ മോളിക്യൂൾസ് എല്ലാം എന്ത് ചെയ്യും? അസോസിയേറ്റ് ചെയ്ത് നിൽക്കും, ഒന്നൊന്നിനോട് കൂടി നിൽക്കും. ഈ അസോസിയേഷൻ കാരണമാണ് വാട്ടർ മോളിക്യൂൾ എന്ത് കാരണം? ഹൈ സർഫസ് ടെൻഷന്, ഹൈ ബോയിലിംഗ് പോയിൻറ്റ്, ഹൈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഇതുപോലുള്ള യുണീക്ക് പ്രോപ്പർട്ടീസ് ഉണ്ടാവാൻ കാരണം. ഓക്കെ, രണ്ടാമത്തെ ആപ്ലിക്കേഷനാണ് പ്രോട്ടീൻ ആൻഡ് DNA സ്ട്രക്ചർ. DNA അല്ലെങ്കിൽ പ്രോട്ടീൻസിൻ്റെ സ്ട്രക്ചറിൻ്റെ ആ ഇതിന് കാരണം ഹൈഡ്രജൻ ബോണ്ടിങ്ങിന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുണ്ട്. എങ്ങനെ നോക്കാം? ഈ ഫിഗർ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ DNA ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറാണ്. അപ്പം DNA ഈ സ്ട്രക്ചർ നോക്കുമ്പോൾ നമുക്കറിയാം DNA ഈ സ്ട്രാൻഡുകൾ, അതായത് ഈ സ്റ്റെപ്പ് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് നൈട്രജൻ ബേസസ് വെച്ചിട്ടാണ്. ഏതൊക്കെ നൈട്രജൻ ബേസസ് ഉണ്ട്? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ. അതേസമയത്ത് ഈ കൈവരി പോലുള്ള ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഷുഗറും ഫോസ്ഫേറ്റും വെച്ചിട്ടാണ്. അപ്പം ഈ ഒരു ഫിഗർ ഒന്ന് നോക്കിക്കേ എല്ലാവരും. അഡിനിനുണ്ട്, തൈമിനുണ്ട്. അഡിനിൻ എപ്പോഴും തൈമിനുമായിട്ടേ കണക്ട് ചെയ്യുള്ളൂ. എങ്ങനെ? ഇവിടെ കണ്ടോ? രണ്ട് ഡോട്ടഡ് ലൈൻ ഇട്ടിരിക്കുന്നുണ്ടോ? അതിൻ്റെ അർത്ഥം എന്താ?
അഡിനിനും തൈമിനും തമ്മിൽ എപ്പോഴും 2 ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടായിരിക്കും. അതേ സമയത്ത് ഗ്വാനിനും സൈറ്റോസിനും തമ്മിൽ എന്തുണ്ട്? 3 ഡോട്ടർ ലൈൻ വെച്ചിട്ടുണ്ട്. അതായത് ഗ്വാനിനും സൈറ്റോസിനും തമ്മിൽ 3 ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യും. ഓക്കെ, അപ്പം ഈ പറഞ്ഞ DNA അല്ലെങ്കിൽ പ്രോട്ടീൻസിൻ്റെ സ്ട്രക്ചറിൽ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റാണ്. അതിൻ്റെ ആ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ. ക്ലിയർ ആണോ എല്ലാവർക്കും? അടുത്ത ആപ്ലിക്കേഷനാണ് മോളിക്യൂൾസ് ദാറ്റ് ക്യാൻ ഫോം ഹൈഡ്രജൻ ബോണ്ട് വിത്ത് വാട്ടർ ആർ മോർ സോലുബിൾ ഇൻ വാട്ടർ. അതായത് എല്ലാ കോമ്പൗണ്ട്സും വാട്ടറിൽ സോലുബിൾ അല്ല. ആർക്കൊക്കെ വാട്ടറുമായിട്ട് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാൻ കേപ്പബിലിറ്റി ഉണ്ടോ അവർ വെള്ളത്തിൽ കൂടുതലായിട്ട് എന്ത് ചെയ്യും? സോലുബിൾ ആയിരിക്കും. അതിന് എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. പാരാനൈട്രോഫിനോൾ ആണ് വെള്ളത്തിൽ കൂടുതൽ ലയിക്കുക. ആരെ അപേക്ഷിച്ച്? ഓർത്തോ നൈട്രോഫിനോളിനെ അപേക്ഷിച്ച്. എങ്ങനെ നോക്കിയാലോ? ഇത് നമ്മുടെ പാരാനൈട്രോഫിനോളാണ്. ഈ പാരാനൈട്രോഫിനോളിലെ വാട്ടറിൽ നമ്മൾ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? വാട്ടറിലെ ഹൈഡ്രജനും ഈ പാരാനൈട്രോ ഗ്രൂപ്പിലെ ഓക്സിജനും തമ്മിൽ എന്ത് ചെയ്യാം? ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് അത് വാട്ടറിൽ സോലുബിളാണ്. അതേ സമയത്ത് നമ്മുടെ ഓർത്തോ നൈട്രോഫിനോൾ ഒന്ന് എടുത്ത് നോക്കിയാലോ? ഇത് നമ്മുടെ ഓർത്തോ നൈട്രോഫിനോൾ. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഈ മോളിക്യൂളിൽ ഓൾറെഡി ഒരു ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. അതുകൊണ്ട് വാട്ടറുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കാൻ അത്ര പറ്റത്തില്ല. ഇൻ കേസ് വേണമെങ്കിൽ പറ്റും. ആര് തമ്മിൽ? നൈട്രജൻ്റെ ഇവിടെ ഒരു ഓക്സിജൻ ഉണ്ട്. ആ ഓക്സിജനായിട്ട് വേണമെങ്കിൽ വാട്ടർ മോളിക്യൂളിന് ലിങ്ക് ചെയ്യാം. പക്ഷേ കമ്പാരിറ്റീവ്ലി ഈ ഓർത്തോയെ അപേക്ഷിച്ച് പാരയാണ് എന്ത് ചെയ്യുന്നത്? വെള്ളമായിട്ട് കൂടുതൽ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കാൻ സാധ്യത. അതുകൊണ്ട് പാരാനൈട്രോഫിനോളാണ് എന്ത്? വെള്ളത്തിൽ കൂടുതൽ ലയിക്കുക. ക്ലിയർ ആണോ? അടുത്ത ആപ്ലിക്കേഷൻ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ലീഡ് ടു ദി അസോസിയേഷൻ ഓഫ് മോളിക്യൂൾ. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് വന്നാൽ മോളിക്യൂൾസ് തമ്മിൽ എന്ത് സംഭവിക്കും? അസോസിയേഷൻ സംഭവിക്കും. ഓക്കെ, 2 വാട്ടർ മോളിക്യൂൾസുകൾ തമ്മിൽ എന്തുണ്ട്? ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. ഇത് കാരണം ഇതൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലേ? അപ്പോൾ ഇവരെ ഇങ്ങനെ കോമ്പാക്ട് ചെയ്ത് അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്ത് നിർത്താനല്ലേ നോക്കുള്ളൂ. അങ്ങനെ ഈ അസോസിയേഷൻ കാരണം മോളിക്യൂൾസിന് എന്ത് ചെയ്യും? മെൽറ്റിംഗ് പോയിൻറ്റും കൂടുതലായിരിക്കും, ബോയിലിംഗ് പോയിൻറ്റും കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ വാട്ടറിന് മറ്റ് സോൾവെൻറ്റിനെയൊക്കെ അപേക്ഷിച്ച് ഹൈ ബോയിലിംഗ് പോയിൻറ്റ് വരാൻ കാരണം ഈ ഒരു അസോസിയേഷൻ കാരണം. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ നോക്കിയാലോ? നമ്മുടെ HF. ഇവിടെ നോക്കിക്കേ, ഈ ഒരു മോളിക്യൂൾസ് തമ്മിൽ പരസ്പരം എന്തുണ്ട്? ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. അപ്പോൾ ഈ മോളിക്യൂൾസ് എല്ലാം എന്ത് ചെയ്യും? കുറച്ചുകൂടെ അടുത്തേക്കും. അതുകൊണ്ട് ഇവർക്ക് എങ്ങനെ ആയിരിക്കും? മെൽറ്റിംഗ് പോയിൻ്റ് അല്ലെങ്കിൽ ബോയിലിംഗ് പോയിൻറ്റ് മറ്റുള്ളവയെ അപേക്ഷിച്ച് എങ്ങനെ ആയിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് ഹൈഡ്രജൻ ബോണ്ടിങ്ങിനെ കുറിച്ചാണ്. നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഹൈഡ്രജൻ ബോണ്ടിൻ്റെ ഡെഫിനേഷൻ പഠിച്ചു, അതിൻ്റെ ആപ്ലിക്കേഷൻസ് പഠിച്ചു, അതിൻ്റെ ടൈപ്സ് പഠിച്ചു, ഹൈഡ്രജൻ ബോണ്ടിങ്ങും കോവാലൻ്റ് ബോണ്ടും തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചു. അങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് പഠിച്ചത്. പരീക്ഷയ്ക്ക് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൻ്റെ അത് പഠിക്കേണ്ട കാര്യം ഹൈഡ്രജൻ ബോണ്ടിൻ്റെ ഡെഫിനേഷൻ, ഹൈഡ്രജൻ ബോണ്ടിൻ്റെ ക്ലാസിഫിക്കേഷനും അതിൻ്റെ ആപ്ലിക്കേഷൻസ്. പ്രധാനമായിട്ടും ഞാൻ തന്നിരിക്കുന്ന ആപ്ലിക്കേഷൻസിൽ ഈ പാരാനൈട്രോഫിനോളിൻ്റെ ഓർത്തോനൈട്രോഫിനോളും സ്ഥിരം ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക? നന്നായിട്ട് ഒന്നുകൂടെ റിവൈസ് ചെയ്തിട്ട് വേണം എല്ലാവരും പോകാൻ. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മുടെ ചാനലും നമ്മുടെ ക്ലാസ്സും എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ട്യൂട്ടേഴ്സിൻ്റെ ചാനലിലൂടെ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.